ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 9 മാസവും 11 ദിവസവുമായി അന്നത്തെ ദിവസം നമ്മുടെ ചക്കര പ്രസവിച്ചു. ശനിയാഴ്ച രാവിലെ ഞങ്ങൾ പശുവിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കറക്കാനൊക്കെ ആയിട്ട് 4 മണിക്ക് എണീറ്റ നേരത്ത് ചക്കരയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ വേദന വരുന്നുണ്ട്. വലിയ വേദനയില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസവിക്കും എന്നുള്ളത് തോന്നി. കുറേ ദിവസമായി ഞങ്ങൾ ഉറക്കമൊക്കെ ഉളച്ച് എന്നും രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് വന്ന് നോക്കും. 9 മാസം കഴിഞ്ഞാൽ പിന്നെ ടെൻഷനാണ്. സാധാരണ ഇതിൽ നമ്മുടെ പശുക്കൾക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ല. പക്ഷേ പ്രസവത്തിനാണ് വല്ലപ്പോഴൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ റൂമിൽ തന്നെ കിടക്കില്ല. എന്നിട്ട് തൊഴുത്തിലേക്ക് നോക്കാൻ പറ്റാവുന്ന ജനലുള്ള ആ സ്ഥലത്ത് വന്ന് കിടന്ന് ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നോക്കലാണ്. 2 കയറിട്ട് കെട്ടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടെ എന്നൊക്കെ മറ്റുള്ളവരൊക്കെ ചോദിക്കും. പക്ഷേ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് അവർക്കൊന്നും വരരുതെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അവരെ ശ്രദ്ധിച്ച് 2 കയറിട്ട് കെട്ടി ചില ഫാമുകളിൽ തന്നെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അവർക്കൊന്ന് മേലൊക്കെ ഒന്ന് കടിച്ചാൽ പോലും മാന്താൻ പറ്റാത്ത വിധത്തിൽ 2 കയറിട്ട് കെട്ടി നമ്മൾ ഒരു പശുക്കളെ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. നമുക്ക് പരമാവധി അവരെ വിഷമിപ്പിക്കാണ്ട് വളർത്തണം എന്നുള്ളതാണ്. പുറത്ത് കൊണ്ടുപോയി തീറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയൊക്കെ അവർക്ക് എല്ലാം ഞാൻ പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രസവിച്ച് ഇവിടെ എത്രയോ പ്രസവങ്ങൾ നടന്നിട്ടുണ്ട്. 20 വർഷമായി നമ്മൾ പശു വളർത്തൽ തുടങ്ങിയിട്ട്. കൊല്ലത്തിലൊരു 3 or 4 ഒക്കെ പശുക്കൾ പ്രസവിക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടിയാണ് പ്രസവിച്ച് 5 മിനിറ്റ് ആകുമ്പോഴേക്കും അവൻ എണീറ്റ് നിന്ന് പാല് കുടിച്ചു തുടങ്ങി. ഭയങ്കര അതിശയമായി ഞങ്ങൾക്കത്. ഒറ്റ കുട്ടികളും ഇവിടെ എങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. അവൻ താഴത്ത് വീണ് ഒന്ന് തുടച്ച് കൊടുക്കുമ്പോഴേക്കും ഒരു മുല ഞങ്ങൾ കിടന്ന് കുടിച്ചു കുറച്ച് നേരം. അത് കഴിഞ്ഞ് ആൾ എണീറ്റ് 2 കാമ്പ് പാല് കുടിച്ച് കഴിഞ്ഞു. അത് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം എനിക്ക് ഓരോ പശുക്കൾ പ്രസവിച്ച് കഴിയുമ്പോഴും അവരെ താങ്ങലും പിടിക്കലും കുടിപ്പിക്കലും ഒക്കെ ആവുമ്പോൾ വയറിലൊക്കെ ഒരു നീര് വീഴലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയാണ് ആവുക, എനിക്ക് വയ്യ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അവനാ വയ്യായികൊക്കെ അറിഞ്ഞ പോലെ നല്ല ഒന്നും ചെയ്യേണ്ടി വന്നില്ല. വളരെ ഈസി ആയിട്ട് തന്നെ പാല് കുടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ചക്കരയെ പ്രസവിച്ചോ, ചക്കരയ്ക്ക് ആൺകുട്ടിയാവും പെൺകുട്ടിയാവും എന്നൊക്കെ പലരും കമൻ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ദിവസം നീങ്ങും തോറും പ്രസവിക്കാനായിട്ട് വൈകും തോറും അത് ആൺകുഞ്ഞാവാനാണ്. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ നടക്കണം എന്നല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് നടക്കാറ്. എന്നാൽ പെൺകുട്ടികളുണ്ടായ അവസരം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അധികം ദിവസം നീളും. ഇപ്പോൾ ഞാൻ മൃഗ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഡവും പറഞ്ഞത് അങ്ങനെയാണ്. ചിലപ്പോൾ അത് മൂരിക്കുട്ടനാവാം, അതുകൊണ്ടാവാം വൈകുന്നത്. പക്ഷേ ജേഴ്സി പശുക്കൾ, ഇവളുടെ അമ്മ 6 പ്രസവം കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അവളും 9 മാസമായ അപ്പം പ്രസവിക്കാറുണ്ട്. ഈ ചക്കരയും കഴിഞ്ഞ പ്രാവശ്യം 9 മാസവും 2 ദിവസമുള്ളപ്പോഴൊക്കെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. വൈകണോണ്ട് എനിക്ക് കുഴപ്പമില്ല, പശുക്കൾ അവർക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ പ്രസവിച്ചോളൂ എന്ന് വിചാരിക്കും. പക്ഷേ ഒരു തുള്ളി പോലും ആയില്ല. ഡിസ്ചാർജ് പോവാതിരിക്കുമ്പോൾ ടോർഷൻ എന്ന് പറഞ്ഞൊരു പ്രക്രിയയൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരവസ്ഥയിലേക്ക് പോവാവോ, ഗർഭപാത്രം ചുറ്റിയിരിക്കണ അവസ്ഥയാണ്. ഒരു തുള്ളി പോലും മായി പോവാണ്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ പ്രസവത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാവാവോ, രാത്രി ആരെങ്കിലും വിളിച്ചാൽ കിട്ടില്ല, അതൊക്കെയുള്ളൊരു ടെൻഷനുകളായിരുന്നു. പക്ഷേ പ്രസവ സമയത്ത് വളരെ ഈസി ആയിട്ട് പ്രസവിച്ചു. ചെറിയൊരു കുട്ടിയാണ്, അതുകൊണ്ടായിരിക്കാം. മൂരിക്കുട്ടനായാലും മുഖമൊന്നും ഇങ്ങനെ ഉണ്ടച്ചൊന്നിരിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പ്രസവമൊക്കെ നടന്നു. അപ്പോൾ സാധാരണയായിട്ട് പശുക്കൾ പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടികളെ അപ്പം തന്നെ മുഖത്തേക്ക് അഴുക്കൊക്കെ മാറ്റി അമ്മമാർക്ക് നക്കാനായിട്ട് നീക്കി കെടുത്തിയൊക്കെ കൊടുക്കും. പിന്നെ അപ്പം തന്നെ നല്ല പോലെ കഴുകി വൃത്തിയാക്കി അഴുക്കൊക്കെ കളഞ്ഞ് അവരുടെ പൊക്കിൾ കൂടി ഒരു വിരൽ നീളത്തിൽ ആക്കി നൂലുകൊണ്ട് കെട്ടി അതിൽ അയഡിൻ ലോഷനൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി കൊടുക്കും. അല്ലെങ്കിൽ ആ പൊക്കിൾ കൂടെയാണ് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷനൊക്കെ വരുന്നത്. അപ്പോൾ പാലൊക്കെ നല്ലപോലെ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസങ്ങളായിട്ട് തന്നെ ചക്കരയ്ക്ക് പാലൊക്കെ ഒഴുകി പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ലപോലെ അകിടൊക്കെ നീര് വെച്ച് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇവർ നിൽക്കാനായിട്ട് ആ കുളമ്പിൻ്റെ ഉള്ളിലൊരു വെള്ള സാധനം ഉണ്ടാവും ഈ കുട്ടികളുടെ കുളമ്പിൽ. അപ്പോൾ ഇത് നീക്കം ചെയ്യണം എന്ന് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. പണ്ടൊക്കെ കാക്ക വന്ന് കൊത്തി പൊളിക്കണമൊക്കെ കാണാം. അപ്പോൾ നമ്മൾ
നമ്മൾ എന്താണാവോ അത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പോലൊരു സാധനമാണ്. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞാറ്റയ്ക്ക് പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ കൊക്കാലെന്ന് ഡോക്ടേഴ്സ് വന്നപ്പോൾ അവരുണ്ട് പ്രസവം കഴിഞ്ഞ വഴിക്ക് കുഞ്ഞുങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് ആ വെള്ള സാധനം ഇങ്ങനെ നമ്മുടെ വിരലുകൊണ്ട് തന്നെ തിക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ എളുപ്പം. മണ്ണിലൊന്നല്ലല്ലോ, നമ്മുടെ മാറ്റിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും വഴുക്കിയിട്ടും പ്രസവമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മാറ്റിൽ നിറയെ അഴുക്കും ബ്ലഡും മാതിരി വെള്ളമൊക്കെ ആയിട്ട് അവർക്ക് നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തൊക്കെ ആണെങ്കിൽ പിന്നെ അവർ ഓടിച്ചാടി മണ്ണിലൊക്കെ നടക്കും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഈ കുളമ്പിൻ്റെ ഉള്ളിലത്തെ പ്ലാസ്റ്റിക് പോലത്തെ സാധനം പെട്ടെന്ന് തന്നെ വിരലുകൊണ്ട് തിക്കി കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സുഖമായി നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞ് 4 കാമ്പും കുടിച്ച് കുറച്ചുള്ളത് ബാക്കിയുള്ളത് കറന്ന് കളഞ്ഞുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സമാധാനമാവും. അപ്പോഴാണ് കുറേ ദിവസങ്ങളായിട്ടുള്ള ഒരു ടെൻഷൻ നമുക്ക് ഒഴിഞ്ഞ് കിട്ടണത്. ഇനിയും ഉള്ള ദിവസങ്ങളും ടെൻഷൻ്റെ തന്നെയാണ്. കാരണം അവരിടയ്ക്കിടയ്ക്ക് പോയി കുടിക്കുമ്പോൾ പാല് നിന്ന് കഴിഞ്ഞാൽ അകിട് വീക്കം വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ നീരൊക്കെ ഇനിയിപ്പോൾ ചക്കരയുടെ പുക്കിൾക്കുടിയുടെ ഭാഗത്തേക്കൊക്കെ നീരിറങ്ങി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം അടിക്കണം. തൊഴുത്തിൽ എപ്പോഴും ഡിസ്ചാർജും അഴുക്കൊക്കെ ആയിട്ട് എപ്പോഴും വൃത്തികേടായിട്ട് കിടക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടിച്ച് കഴിക്കണം. ഒരു പശു പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ കർഷകരെ സംബന്ധിച്ച് സന്തോഷമാണ്, അതുപോലെ തന്നെ നല്ല പോലെ ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് പണികളുണ്ട് നമുക്ക് ചെയ്യാൻ. പക്ഷെ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ പാല് തീരില്ലാത്തൊരു സമയമാണ്. ആ സമയത്ത് ഒരു പശു പ്രസവിക്കുമ്പോൾ ഇനിയിപ്പോൾ പാല് കറക്കാലോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നമുക്ക്. ചക്കരയുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് ചക്കര ഒന്ന് എണീറ്റ് നിന്ന് കുഞ്ഞിൻ്റെ ഒരു റൗണ്ട് പാല് കൂടിയൊക്കെ കഴിഞ്ഞു. തൊഴുത്തൊക്കെ ഒന്ന് ക്ലീനാക്കി, ചെറുതായിട്ടൊക്കെ ഒന്ന് ക്ലീനാക്കി. അവന് നടക്കാൻ വേണ്ടി നമ്മൾ വൈക്കോലിൻ്റെ പൊടിയൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് വെള്ളം ചൂടാക്കി അതിൽ കുറച്ച് തീറ്റയും കാൽസ്യം ടോണിക്കൊക്കെ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഇനി അടുത്ത ടെൻഷൻ എന്ന് പറയുന്നത് മറുപിള്ള വീഴാനുള്ള കാത്തിരിപ്പാണ്. 4 മണിക്കൂറിനുള്ളിൽ മിക്കവാറും വീഴാറുണ്ട്. നമ്മൾ സുഖപ്രസവത്തിനുള്ള ഹോമിയോ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ മറുപിള്ള വീഴാനും വലിയ താമസമൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ 7 മണിക്ക് പ്രസവിച്ചു. 11 മണിക്ക് തന്നെ മറുപിള്ള വീണു. ആ ഒരു ടെൻഷൻ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് പ്രസവം. അപ്പോൾ ഞങ്ങളുടെ ഉറക്കുളയ്ക്കലും കാലത്ത് പ്രസവിച്ച കാരണം കൊണ്ട് തന്നെ അതൊന്നും ഉണ്ടായില്ല, ഉറക്കുളയ്ക്കേണ്ടി വന്നില്ല. അപ്പോൾ ചക്കര ഞങ്ങളെ ഈ പ്രാവശ്യം നല്ലപോലെ സഹായിച്ചു. തൊട്ടപ്പുറത്ത് തന്നെ ദേവുട്ടി കിടക്കുന്നത് കൊണ്ട് തന്നെ ഏത് സമയവും ദേവുട്ടിയുടെ അടുത്തേക്ക് ഓടി പോവുകയാണ്, ദേവുട്ടിയുടെ പാല് കുടിക്കാൻ പോവുക. അപ്പോൾ ചക്കരയ്ക്കാണെങ്കിൽ അത് ഭയങ്കര ഒരു വിഷമം, അവളുടെ കുഞ്ഞ് അവിടേക്ക് പോകണില്ല. ദേവുട്ടി സാധാരണ മറ്റു കുട്ടികളൊന്നും ദേവുട്ടിക്ക് അത്രയ്ക്ക് ഇഷ്ടാവാറില്ല. പക്ഷേ ഈ കുട്ടി അവിടെ പ്രസവിക്കണതും ഇതൊക്കെ കണ്ടത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഈ കുഞ്ഞിനെ അങ്ങനെ ചവിട്ടണമൊന്നുമില്ല, അവൾക്ക് ഇഷ്ടമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതന്നെ ഒരു സമാധാനം. നമുക്കാണെങ്കിൽ വേറൊരു സ്ഥലത്ത് കെട്ടാനോ അങ്ങനെയുള്ള സൗകര്യങ്ങൾ കുറവാണല്ലോ. അപ്പോൾ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകണം. അപ്പോൾ ഈ ജേഴ്സി കുട്ടിയാണെങ്കിലും അവൻ്റെ പുറത്ത് ഈ ഗീർ മൂരിക്കുട്ടന്മാരുടെ പോലെ ഒരു മുഴയുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, ഒരു പൂഞ്ഞ വന്നോണം ഇരിക്കുന്നുണ്ട്. അത് ഗീർക്കുട്ടന്മാരുടെ അടുത്താണ് നമ്മുടെ കണ്ണനും സുൽത്താനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ജേഴ്സി കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. ഇനി ജേഴ്സി പശുവിന് കുത്തിവയ്ക്കാൻ വിളിച്ചപ്പോൾ ഗീറിൻ്റെ സമം കൊണ്ടുവന്നോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി വളർന്ന് വലുതാവുമ്പോൾ അത് വലുതാവുണ്ടെങ്കിൽ നമുക്കറിയാം. പക്ഷെ മുഖവും ചെവിയൊക്കെ കാണുമ്പോൾ ശരിക്കും ചക്കരയുടെ അതേപോലെയാണ് ഇരിക്കണത്. നമുക്ക് വളരും തോറും അറിയാം എന്താവും എന്നുള്ളത്. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും വരെ ബൈ.